ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കൻ സെമി ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു സവാള, 10 കുഞ്ഞുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും. കുഞ്ഞുള്ളി പൊളിക്കാൻ മടിയുള്ളവർക്ക് എന്നെപ്പോലെ മടിയുള്ളവർക്ക് ഒരു സവാളയും കൂടെ എടുത്താൽ മതി. ഇതിപ്പം വീഡിയോയ്ക്ക് ആയതുകൊണ്ട് വേണ്ട, ഞാൻ കുഞ്ഞുള്ളി എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ കുഞ്ഞുള്ളി അരിയേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിൽ പോലും എൻ്റെ കുട്ടികൾ അതെടുത്ത് കളയാതിരിക്കാൻ വേണ്ടി ഞാനത് അരിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പാത്രം എടുത്ത് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ടൊരു ഇച്ചിരി കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. എണ്ണ ചൂടായതിന് ശേഷം ഇടുക. അപ്പോൾ കടുക് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചോളും. നമ്മുടെ കടുകൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പിലയും കീറിയ പച്ചമുളകും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഇതിന് വേണ്ടി ഉപയോഗിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നു, അപ്പോൾ ഒരു നാടൻ ഫ്ലേവറൊക്കെ കിട്ടും. അതല്ല നിങ്ങളുടെ കയ്യിലിപ്പോൾ കോൺ ഓയിലോ സൺഫ്ലവർ ഓയിലോ കനോള ഓയിലോ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള എണ്ണ അതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പിന്നെ ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വന്നിട്ട് വഴറ്റാൻ. ഇപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി. ഇനിയും നമുക്ക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വലിയ എരിവൊന്നുമില്ല. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇങ്ങനെ ഈ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ പൊടി ഇട്ട് കഴിയുമ്പോൾ തീ വളരെ കുറച്ച് വയ്ക്കണം, സിമ്മിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും. അങ്ങനെ നമ്മൾ ഈ പൊടി വളരെ ശ്രദ്ധയോടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ അത് ചെറുതായിട്ടൊരു മൂത്ത മണം വരും, അല്ലെങ്കിൽ അതിനൊരു പച്ച ചവയായിരിക്കും നമ്മൾ കറി കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വഴറ്റി മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ പോയി നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ കഴുകി വാർത്ത് വച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് കൊടുക്കണം. ചിക്കൻ ഇടുമ്പോൾ നമ്മൾ തീ കൂട്ടി വയ്ക്കാൻ ശ്രമിക്കണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം തീ വയ്ക്കണം. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഇടുകയാണ്. ചിക്കൻ ഇട്ടു. ഇപ്പോൾ ഞാനിവിടെ വലിയ കഷ്ണങ്ങളായിട്ടാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വലിയ കഷ്ണങ്ങളാണ് ഇഷ്ടം. അങ്ങനെ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ചിക്കൻ നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ മസാല ഏത് പിടിക്കത്തക്കവണ്ണമൊക്കെ ഒന്ന് ആക്കി വെച്ച് അത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിക്കാൻ വേണ്ടി ഞാൻ വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിക്കുന്നില്ല. ഇതെനിക്കൊരു സെമി ഗ്രേവി തിക്കായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അതുകൊണ്ട് ചിക്കനകത്തുനിന്ന് വാർന്ന് വരുന്ന വെള്ളം തന്നെയാണിത്. നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടെ ലൂസാക്കി വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ചൂട് വെള്ളം നമ്മൾ ഇളക്കി വെക്കുന്ന സമയത്ത് ഒന്നൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ലൂസായിട്ട് കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 കിലോ ചിക്കനാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊരു പകുതി വേവ് കഴിഞ്ഞ ചിക്കനാണിത്. ഇതിനകത്തുനിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൊടിയെല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ വാരിയിട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് അത് നല്ല ഇടയിലൊന്ന് വേവിച്ചെടുക്കണം. നാട്ടിലെ ചിക്കനാണെങ്കിൽ ഇത് കുക്കറിനകത്തിട്ട് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നല്ലപോലെ വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ടും വെന്തിട്ടുണ്ട്. അതിനകത്തെ വെള്ളമെല്ലാം ഊർന്ന് വന്ന് നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു തിക്ക് സെമി ഗ്രേവി ആയിട്ട് എടുക്കുവായതുകൊണ്ടാണ് വെള്ളമൊന്നും ഒഴിക്കാഞ്ഞത്. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് ഗാർണിഷൊക്കെ ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി. ഈ സമയത്ത് വേണമെങ്കിൽ 1-2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, നല്ല മണമായിരിക്കും. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് ചൂടോടെ തന്നെ വിളമ്പി കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും അടിപൊളി കറിയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ചെറിയ ബൗളിനകത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്നതാണ് നല്ല നാടൻ മണവും രുചിയുമുള്ള ചിക്കൻ സെമി ഗ്രേവി. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.